Lord, you're holy, Lord. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, അന്ധൻ അന്ധനെ വഴികാട്ടിയാൽ ഇരുവരും കുഴിയിൽ വീഴും. ഇന്ന് അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും വചനം കേൾക്കാൻ പോയി വചനവിരുദ്ധങ്ങളായ ആശയങ്ങൾ കേട്ട് കുഴിയിൽ വീണ് കിടക്കുകയാണ്. വെളിപ്പാട് പുസ്തകം 12 അധ്യായം 1 വാക്യം. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണുമാറായി. സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴെ ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ സ്ത്രീ മറിയമാണെന്ന് പലരും പറയുന്നു. ഇത് ശരിയാണോ? ചിലർ വല്ലാത്ത മറിയ ഭക്തിയിലകപ്പെട്ട് മറിയത്തെ ആരാധിച്ച് പിന്നീട് അവർ ബൈബിളിൽ എവിടെയെങ്കിലും സ്ത്രീ എന്ന് കണ്ടാൽ അതുടനെ മറിയമാണ് എന്ന് പറയാറുണ്ട്. വെളിപ്പാട് 12 അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ത്രീ മറിയമാണെന്ന് ചിലർ അവകാശപ്പെടുന്നു. ഒരു കാര്യം നാം പ്രത്യേകം മനസ്സിലാക്കണം. ഈ വെളിപ്പാട് യോഹന്നാൻ അപ്പസ്തോലനാണ് ഉണ്ടായത്. നമ്മേക്കാളൊക്കെ കൂടുതലായി മറിയത്തെ പരിചയമുള്ളവനാണ് യോഹന്നാൻ അപ്പസ്തോലൻ. ക്രൂശിൻ്റെ ചുവട്ടിൽ വെച്ച് മറിയത്തിൻ്റെ സംരക്ഷണ ചുമതല ഏറ്റെടുത്തവനാണ് യോഹന്നാൻ അപ്പസ്തോലൻ. അതുകൊണ്ട് 21-ാം നൂറ്റാണ്ടിലുള്ള എല്ലാ ക്രിസ്ത്യാനികളെക്കാളും കൂടുതലായി മറിയത്തെ അടുത്ത് പരിചയപ്പെട്ടവനാണ് യോഹന്നാൻ. വെളിപ്പാട് 12-ാം അധ്യായത്തിൽ യോഹന്നാൻ ഈ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഒരിക്കലും ഈ സ്ത്രീ മറിയമാണെന്ന് പറയുന്നില്ല. യോഹന്നാൻ ഈ സ്ത്രീ മറിയമാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും ഒരു കൺഫ്യൂഷനും ഇല്ല. എന്നാൽ ഈ സ്ത്രീ മറിയമാണെന്ന് യോഹന്നാൻ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമുക്കാർക്കും തന്നെ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ യോഹന്നാൻ കണ്ട സ്ത്രീ മറിയമാണ് എന്ന് പറയാനുള്ള അധികാരമില്ല. ചിലർ പറയുന്നുണ്ട് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ ഇസ്രായേലാണ്. ചിലർ പറയുന്നു വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ പുതിയ നിയമസഭയാണ്. ഇനിയും വെളിപ്പാട് 12-ാം അധ്യായത്തിൽ കാണുന്ന സ്ത്രീ ഇന്നതാണ് എന്ന് പറയുന്ന പല വ്യാഖ്യാനങ്ങളും നാം കേട്ടുവന്നിരിക്കും. പ്രിയമുള്ളവരെ, വ്യാഖ്യാനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട്. ദൈവത്തിൻ്റെ വചനം ഉദ്ദേശിക്കുന്നതിനേക്കാൾ അപ്പുറമായ വചനവിരുദ്ധമായ ഒരർത്ഥം നമ്മളാരും നമ്മുടെ വ്യാഖ്യാനത്തിലൂടെ നൽകാൻ പാടില്ല. വെളിപ്പാട് പുസ്തകത്തിലെ പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നാൽ പല അന്ത്യകാല സംഭവങ്ങളും അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യങ്ങൾ മനസ്സിലായിട്ടില്ല എന്ന് സമ്മതിക്കുക തന്നെയാണ് നാം വേണ്ടത്. അല്ലാതെ മറിയഭക്തി പ്രചരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറിയാരാധന പ്രചരിപ്പിക്കാൻ വേണ്ടി വെളിപ്പാട് 12-ൽ കാണുന്ന സ്ത്രീ മറിയമാണ് എന്ന് പറയുന്നത് ദൈവവചനത്തോട് ചെയ്യുന്ന ഒരു അനീതി തന്നെയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നാം മനസ്സിലാക്കണം. വെളിപ്പാട് പുസ്തകം ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യങ്ങളുടെ വിവരമാണ്. വെളിപ്പാട് പുസ്തകം ആരംഭിക്കുന്നത് തന്നെ 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്നവയെ തൻ്റെ ദാസന്മാർക്ക് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവം യേശുക്രിസ്തുവിന് നൽകിയ വെളിപ്പാട്. ആസന്ന ഭാവിയിൽ സംഭവിക്കാനിരിക്കുന്ന കാര്യമാണ് വെളിപ്പാട്. യോഹന്നാൻ ഈ വെളിപ്പാട് പുസ്തകം എഴുതുന്നതിന് മുമ്പ് തന്നെ മറിയം ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവായ യേശുക്രിസ്തു കാൽവരിക്കുരിശിൽ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു സ്വർഗത്തിൽ പോയി. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എവിടെയെങ്കിലും സ്ത്രീ എന്നുള്ളൊരു വാക്ക് കണ്ടാൽ അത് മറിയമായിരിക്കുമെന്ന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യരുത്. യേശുവിൻ്റെ അമ്മ മറിയത്തെക്കുറിച്ച് ബൈബിളിൽ വ്യക്തമായി പറയുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും യേശുക്രിസ്തുവിൻ്റെ അമ്മയെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. എന്നാൽ വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഒരു സ്ത്രീ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. അത് കാരണം അത് മറിയം തന്നെയാണ് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നമ്മളാരും എത്താൻ പാടില്ല. അറിയാത്ത കാര്യം അറിയില്ല എന്നാണ് നമ്മൾ പറയേണ്ടത്.
വെളിപ്പാട് 12-ാം അധ്യായം 1-ാം വാക്യം, സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയ ഒരു സ്ത്രീ, അവളുടെ പാദങ്ങൾക്കിടയിൽ ചന്ദ്രൻ, ശിരസിൽ 12 നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. പേര് സൂചിപ്പിക്കാത്ത ഈ സ്ത്രീയുടെ വിശേഷതയെക്കുറിച്ച് വെളിപ്പാട് 12-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 1260 ദിവസം അവളെ പോറ്റുന്നതിന് ദൈവം സജ്ജമാക്കിയ ഒരു സ്ഥലമുണ്ടായിരുന്നു. ഇവിടെ സ്ത്രീയുടെ കാര്യം മാത്രമാണ് പറയുന്നത്, സ്ത്രീയുടെ ഭർത്താവിനെക്കുറിച്ച് പറയുന്നില്ല. മാത്രമല്ല, ആ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 1260 ദിവസം, അതായത് 3.5 വർഷത്തോളം അവിടെ ഒരു പ്രത്യേക സ്ഥലത്തിൽ താമസിച്ചു എന്നാണ്. എന്നാൽ സുവിശേഷങ്ങളിൽ ഒരിടത്ത് പോലും യേശുവിൻ്റെ അമ്മയായ മറിയം മരുഭൂമിയിലേക്ക് ഓടിപ്പോയി അവിടെ 3.5 വർഷത്തോളം താമസിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, ഈ സ്ത്രീയെക്കുറിച്ച് വെളിപ്പാട് 12-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നത്, സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടിയിരുന്നു. ഇവിടെ ഈ സ്ത്രീക്ക് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ സുവിശേഷങ്ങളിൽ ഒരിടത്ത് പോലും യേശുവിൻ്റെ അമ്മയായ മറിയത്തിന് മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടു എന്ന് എഴുതിയിട്ടില്ല. യേശുവിനെ പ്രസവിച്ച മറിയ സാധാരണ ഒരു സ്ത്രീയായിരുന്നു. വൻ കഴുകൻ്റെ 2 ചിറകുമായി പറന്നവളല്ല യേശു ക്രിസ്തുവിൻ്റെ അമ്മയായ മറിയ. യേശുവിൻ്റെ യഥാർത്ഥ അമ്മയായ മറിയത്തിന് യോഹന്നാൻ സംരക്ഷണം നൽകിയവനാണ്. യോഹന്നാൻ ഒരിക്കലും മറിയത്തിന് വൻ കഴുകൻ്റെ 2 ചിറകുകൾ നൽകപ്പെട്ടതായി കണ്ടിട്ടില്ല. അതുകൊണ്ട് വെളിപ്പാട് 12-ാം അധ്യായത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് യോഹന്നാൻ എഴുതുമ്പോൾ ഒരിക്കലും ഈ സ്ത്രീ യേശുവിൻ്റെ അമ്മയായ മറിയമാണ് എന്ന് എഴുതിയില്ല. യോഹന്നാൻ ആ സ്ത്രീയെ മറിയം എന്ന് വിളിക്കാതിരുന്നത് കൊണ്ട് നമുക്കാർക്കും ഈ സ്ത്രീയെ, കഴുകൻ്റെ വലിയ ചിറക് ലഭിച്ച ഈ സ്ത്രീയെ മറിയം എന്ന് വിളിക്കാനുള്ള അവകാശമില്ല. വെളിപ്പാട് 12-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഈ സ്ത്രീ സൂര്യനെ അണിഞ്ഞവളാണ്. അവളുടെ കാൽക്കീഴ് ചന്ദ്രനുണ്ട്, അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ട്. ഇതുമാത്രമല്ല ഈ സ്ത്രീക്കുള്ളത്, ഈ സ്ത്രീക്ക് വൻ കഴുകൻ്റെ 2 ചിറകുകളും ഉണ്ടായിരുന്നു. എന്നാൽ വൻ കഴുകൻ്റെ 2 ചിറകുകൾ ഒഴിവാക്കുകയും അതേസമയം സൂര്യനെ അണിഞ്ഞതുപോലെ ഒരു സ്ത്രീ പ്രതിമ ഉണ്ടാക്കി അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള ഒരു കിരീടവും ഉണ്ടാക്കി ഇത് മറിയമാണ് എന്ന് പറയുമ്പോൾ നാം ചിന്തിക്കണം, ആ വൻ കഴുകൻ്റെ ആ 2 ചിറകുകൾ എവിടെ? യോഹന്നാൻ അപ്പസ്തോലൻ ഈ സ്ത്രീ മറിയമാണ് എന്ന് പറയാതിരിക്കെ നമുക്കാർക്കും ഈ സ്ത്രീ മറിയമാണ് എന്ന് പറയാൻ അവകാശമില്ല. എന്തുദ്ദേശത്തിന് വേണ്ടിയാണോ വചനം വിശുദ്ധ ബൈബിൾ നമുക്ക് തന്നിരിക്കുന്നത്, അതേ ഉദ്ദേശത്തിന് വേണ്ടി തന്നെ നമ്മൾ വചനം പ്രസംഗിക്കണം. യോഹന്നാൻ അപ്പസ്തോലൻ വെളിപ്പാട് 12-ാം അധ്യായം എഴുതിയത് നമ്മൾ മറിയത്തോട് അപേക്ഷിക്കാൻ വേണ്ടിയോ മറിയത്തെ നമ്മൾ ആരാധിക്കാൻ വേണ്ടിയോ അല്ല. മറിയാരാധന പ്രചരിപ്പിക്കുവാനോ മറ്റു തെറ്റായ ഭക്തിമാർഗങ്ങൾ പ്രചരിപ്പിക്കുവാനോ ദൈവത്തിൻ്റെ വചനത്തെ ഒരിക്കലും ആരും ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. യേശുവിൻ്റെ അമ്മയായ മറിയം ഉടലോടെ സ്വർഗത്തിൽ പോയി എന്ന് ബൈബിളിൽ നമുക്കെവിടെയും വായിക്കാൻ കഴിയുകയില്ല. എന്നാൽ വെളിപ്പാട് 12-ാം അധ്യായത്തിലെ സ്ത്രീയെ സർപ്പം ഉപദ്രവിച്ചു തുടങ്ങിയപ്പോൾ സർപ്പത്തിൻ്റെ ഉപദ്രവത്തിൽ നിന്ന് രക്ഷ നേടാൻ വലിയ
കഴുകൻ്റെ 2 ചിറകുമായി മരുഭൂമിയിലേക്ക് ആ സ്ത്രീ പറന്നുപോയി എന്ന് എഴുതിയിരിക്കുന്നു. അതിനാൽ യേശുവിൻ്റെ അമ്മയായ മറിയമല്ല വെളിപ്പാട് 12-ാം അധ്യായത്തിലെ സ്ത്രീ എന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ ഒരു കഴുകൻ്റെ ചിറകുകളുമായി പറന്നു പോകുന്ന ഒരു സ്ത്രീയുടെ ബിംബം ഉണ്ടാക്കി ഇതാണ് മറിയം എന്ന് പറഞ്ഞ് ആ ബിംബത്തിന് മുമ്പാകെ തലകുനിക്കുന്നവരാണ് നമ്മളെങ്കിൽ നമുക്കെങ്ങനെ നമ്മൾ ക്രിസ്ത്യാനികളാണ് എന്ന് പറയാൻ കഴിയും? 1 കൊരിന്ത്യർ 10:7 ജനം തിന്നുവാനും കുടിക്കുവാനും ഇരുന്നു, കളിക്കുവാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെപ്പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. പത്രോസിൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ ഫലമായി കേൾവിക്കാർ സ്വരൂപങ്ങളെ വണങ്ങിയോ? പെന്തക്കോസ്ത് നാളിൽ പത്രോസ് സുവിശേഷം പ്രസംഗിച്ചു. ആയിരക്കണക്കിന് ജനങ്ങൾ ആ പ്രസംഗം കേട്ടു. പത്രോസിൻ്റെ പ്രസംഗം കേട്ട ആരും തന്നെ സ്വരൂപങ്ങളെ വണങ്ങിയില്ല. പിന്നെ അവർ എന്താണ് ചെയ്തത് എന്ന് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസ് അവരോട് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം നിങ്ങൾക്ക് ലഭിക്കും. പത്രോസിൻ്റെ പ്രസംഗം കേട്ട ജനം മാനസാന്തരപ്പെടുകയും ഉടനെ തന്നെ 3000-ഓളം പേർ സ്നാനം സ്വീകരിക്കുകയും ചെയ്തു. അല്ലാതെ പത്രോസിൻ്റെ പ്രസംഗം കേട്ട ആരും തന്നെ സ്വരൂപങ്ങളെ വണങ്ങുകയോ മുത്തുകയോ തോളിലേറ്റുകയോ മാല ചാർത്തുകയോ ഒന്നും ചെയ്തില്ല. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാം അധ്യായം 37-ാം വാക്യം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊണ്ട് പത്രോസിനോടും ശേഷം അപ്പസ്തോലന്മാരോടും, സഹോദരന്മാരായ പുരുഷന്മാരെ, ഞങ്ങൾ എന്തു ചെയ്യേണ്ടു എന്ന് ചോദിച്ചു. ഇനി 41-ാം വാക്യം. അവൻ്റെ വാക്ക് സ്വീകരിച്ചവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോട് ചേർന്നു. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രസംഗങ്ങൾ, പൗലോസിൻ്റെ അനുഭവസാക്ഷ്യം ഇവയെല്ലാം പുതിയ നിയമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പത്രോസിൻ്റെയും പൗലോസിൻ്റെയും ലേഖനങ്ങൾ നമുക്ക് ബൈബിളിൽ വായിക്കാൻ കഴിയും. എന്നാൽ പത്രോസിൻ്റെയും പൗലോസിൻ്റെയും പ്രസംഗങ്ങളും അവരുടെ ലേഖനങ്ങളും ആരെയും പ്രതിമാവണക്കത്തിലേക്കോ മറിയത്തോടുള്ള അപേക്ഷകളിലേക്കോ നടത്തുന്നവയല്ല. വഴിയും സത്യവും ജീവനുമായ യേശുക്രിസ്തുവിലേക്ക് അവരുടെ കേൾവിക്കാരെയും വായനക്കാരെയും നയിക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിനു വേണ്ടിയാണ് പത്രോസും പൗലോസും ലേഖനങ്ങൾ എഴുതിയതും അവർ പ്രസംഗിച്ചതും. അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിശ്വസ്തരായ അപ്പസ്തോലന്മാരായിരുന്നു. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ കാണുന്ന എല്ലാ ശുശ്രൂഷകന്മാരും കർത്താവിൻ്റെ വിളി അനുസരിക്കാറുണ്ടോ? വാസ്തവത്തിൽ ഒരുവന് ക്രിസ്തീയ ശുശ്രൂഷകനാകണമെങ്കിൽ കർത്താവിൻ്റെ വിളി ലഭിച്ചിരിക്കണം. കർത്താവിൻ്റെ വിളി ലഭിച്ചതിന് ശേഷമാണ് ക്രിസ്തീയ ശുശ്രൂഷകൻ ആകേണ്ടത്. പൗലോസിനെ കർത്താവ് വിളിച്ചു, പൗലോസ് കർത്താവിൻ്റെ ശുശ്രൂഷക്കാരനായി. പത്രോസിനെയും മത്തായിയെയും കർത്താവ് വിളിച്ചു, അവർ കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായി. ഇതുപോലെ ഇന്നും കർത്താവിൻ്റെ വിളി ലഭിച്ചതിന് ശേഷം കർത്താവിൻ്റെ ശുശ്രൂഷക്കാരായ ദൈവവചനത്തോട് വിശ്വസ്തത പുലർത്തുന്ന ധാരാളം ക്രിസ്തീയ ശുശ്രൂഷകന്മാർ ഇന്ന് ഈ ലോകത്തിലുണ്ട്. എന്നാൽ കർത്താവിൻ്റെ വിളി ലഭിക്കാതെയും ശുശ്രൂഷയ്ക്കായി ഇറങ്ങിത്തിരിച്ചവർ ഉണ്ട്. അവർ സഭാവിളി ലഭിച്ചവരാണ്. ജനിച്ചു വളർന്ന സഭയെ സേവിക്കാനും ആ സഭയിലെ ഉപദേശങ്ങൾ പ്രചരിപ്പിക്കാനും ആ സഭ നൽകുന്ന സംരക്ഷണം അനുഭവിക്കാനും വേണ്ടി ശുശ്രൂഷയ്ക്കിറങ്ങിയ ധാരാളം പേരെ നമുക്ക് കാണാം. എന്നാൽ കർത്താവിൻ്റെ വിളി ലഭിക്കാതെ സഭാവിളി ലഭിച്ച് ജനിച്ചു വളർന്ന സഭാ സംഘടനയുടെ വിളി ലഭിച്ച് ശുശ്രൂഷകന്മാരായി തീർന്നവരെയും യേശു സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കും യഥാർത്ഥ സുവിശേഷകരാകുവാൻ
കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരാകുവാൻ കർത്താവ് അവസരം നൽകും. ബ്രദർ ചോദിച്ചത്, എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകരും ഇന്ന് കർത്താവിൻ്റെ വിളി അനുസരിക്കാറുണ്ടോ? നേരത്തെ പറഞ്ഞല്ലോ, എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകരും കർത്താവിൻ്റെ വിളി ലഭിച്ച് ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയവരല്ല. അങ്ങനെയാണെങ്കിൽ പോലും കർത്താവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരാകുവാൻ ഒരവസരം കർത്താവ് അവർക്ക് നൽകുകയാണ്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 26-ാം വാക്യം നമ്മോട് പറയുന്നത്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എൻ്റെ പിതാവ് അവനെ മാനിക്കും. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകരും കർത്താവിനെ അനുഗമിക്കുന്നവരല്ല. ഇന്ന് കർത്താവിനെ അനുഗമിക്കാതെ ചില സഭാ സംഘടനയെ, ചില പാരമ്പര്യങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ധാരാളം ക്രിസ്തീയ ശുശ്രൂഷകരുണ്ട്. അങ്ങനെയുള്ളവരെ കർത്താവ് തള്ളിക്കളയുന്നില്ല. കർത്താവ് അവരെയും വിളിക്കുന്നുണ്ട്. എന്തിനു വേണ്ടി? കർത്താവിനെ അനുഗമിക്കാൻ വേണ്ടി. യേശുവിൻ്റെ അതേ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ എല്ലാ ശുശ്രൂഷക്കാരെയും കർത്താവ് വിളിക്കുന്നുണ്ട്. ഞങ്ങൾ കർത്താവിൻ്റെ വേലക്കാരാണ് എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമായി ഇതാ കർത്താവിൻ്റെ വിളി. ഈ വിളി അവർക്ക് മാത്രമായുള്ളതാണ്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. എന്നാൽ ഇന്ന് പല ക്രിസ്തീയ ശുശ്രൂഷകരെയും കർത്താവിനെ അനുഗമിക്കുന്ന വിശ്വസ്ത ശുശ്രൂഷകരാകുവാൻ കർത്താവ് വിളിക്കുന്നുവെങ്കിലും എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകന്മാർക്കും കർത്താവിൻ്റെ വിളിക്ക് യെസ് എന്ന് പറഞ്ഞ് കർത്താവിനെ അനുഗമിക്കാൻ കഴിയുന്നില്ല. ചില ശുശ്രൂഷകരെ കർത്താവ് ഇന്ന് ക്രിസ്തുവിൻ്റെ വിശ്വസ്ത ശുശ്രൂഷകരാകുവാൻ വിളിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? ഞങ്ങൾ ഉൾപ്പെട്ട് നിൽക്കുന്ന ഇത്രയും വലിയ സഭ, അത് നൽകുന്ന സംരക്ഷണം, അത് നൽകുന്ന സ്ഥാനം, മാനം, ഇതൊക്കെ വിട്ട് ഞങ്ങൾ എങ്ങനെ കർത്താവിനെ അനുഗമിക്കും? ചില ശുശ്രൂഷകരെ കർത്താവ് വിളിക്കുമ്പോൾ അവരെന്താണ് പറയുന്നത്? സോറി കർത്താവേ, ഞങ്ങൾക്ക് അങ്ങയെ അനുഗമിക്കാൻ പറ്റില്ല. ഞങ്ങളൊരു പ്രത്യേക പാരമ്പര്യത്തിൽ നിലനിൽക്കുകയാണ്. അങ്ങയുടെ വചനം ഞങ്ങൾക്ക് വിശ്വസ്തയോടെ പറയാൻ സാധിക്കുകയില്ല. കാരണം അത്തരത്തിലുള്ള ഒരു സഭാ സംഘടനയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങ് വിളിച്ചാലും ഇപ്പോൾ ഞങ്ങൾ അനുഭവിക്കുന്ന പദവി, ഭക്തൻ എന്നുള്ള പേര്, ഇതൊക്കെ നഷ്ടപ്പെടുത്തി അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. പല ക്രിസ്തീയ ശുശ്രൂഷകർക്കും ഇന്ന് കർത്താവിനെ അനുഗമിക്കുവാൻ പ്രധാന തടസ്സം അവരുടെ സഭാ സംഘടന തന്നെയാണ്. ഇങ്ങനെയൊക്കെയാണെങ്കിലും എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ച് കർത്താവിൻ്റെ വിളി കേട്ട് എല്ലാം പരിത്യജിച്ച് ഇറങ്ങിത്തിരിക്കുന്ന യഥാർത്ഥ ക്രിസ്തീയ വേലക്കാർ ഇന്നും ഉണ്ട്. ക്രിസ്തു പറയുകയാണ്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. ക്രിസ്തുവിനെ അനുഗമിക്കാത്ത ധാരാളം ക്രിസ്തീയ ശുശ്രൂഷകർ ഇന്നുണ്ട്. എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നവൻ എന്നെ അനുഗമിക്കട്ടെ. അപ്പോൾ എന്താണ് ലഭിക്കുക? ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. എൻ്റെ പിതാവ് അവനെ മാനിക്കും. എന്നാൽ ഇന്ന് ചില ശുശ്രൂഷകരെ കർത്താവ് വിളിക്കുമ്പോൾ അവർക്ക് ലോകം നൽകുന്ന സ്ഥാനം, ജനിച്ചു വളർന്ന സഭാ സംഘടന കൊടുത്തിരിക്കുന്ന പദവി, പൊസിഷൻ, ഇതൊന്നും ഉപേക്ഷിക്കാൻ കഴിയുന്നില്ല. തദ്ഫലമായി ഏറ്റവും വലുത് അവർ തിരസ്കരിക്കുന്നു. അതേതാണ്? ക്രിസ്തു പറയുകയാണ്, നിങ്ങൾ എന്നെ അനുഗമിക്കുന്ന ശുശ്രൂഷകരായാൽ ഞാനിരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കും. എൻ്റെ പിതാവ് അവനെ മാനിക്കും. ദൈവം നൽകുന്ന ആ മാനത്തെ വേണ്ട എന്ന് കരുതി ഈ ലോകത്തിലെ ജനവും നേതാക്കളുമൊക്കെ തരുന്ന സ്ഥാനം, പദവി, അതിൽ കടിച്ചു തൂങ്ങിയവരെക്കുറിച്ച് ഓർക്കുമ്പോൾ കഷ്ടം എന്നല്ലാതെ
മറ്റൊന്നും പറയാനില്ല. കാരണം അവർ ഉന്നതമായ വിളി ലഭിച്ചിട്ട് ഏസാവിനെ പോലെ ഒരു നേരത്തെ പായസത്തിന് വേണ്ടി ഏറ്റവും വലുത് നഷ്ടമാക്കിയവരുടെ ഗണത്തിൽ പെട്ടവരാണ്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഇങ്ങനെയുള്ളവർക്ക്, കർത്താവിൻ്റെ വിളി ലഭിച്ചിട്ടും അനുസരിക്കാതെ ഈ ലോകത്തിലെ പായസത്തെ മുറുകെ പിടിച്ച് നിന്നവർ, അവർക്ക് എത്രമാത്രം ഒരു റിഗ്രറ്റ് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിൽ ഉണ്ടായിരിക്കും. എല്ലാ സഭാ ശുശ്രൂഷകർക്കും ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയുവാൻ കഴിയുമോ? ഇന്ന് ദൈവവചനമായ ബൈബിളിലെ സത്യങ്ങൾ ഒട്ടും മായം ചേർക്കാതെ ഉള്ളതുപോലെ പ്രസംഗിക്കുന്ന ധാരാളം ക്രിസ്തീയ ശുശ്രൂഷകരുണ്ട്. അവർ കർത്താവായ യേശു ക്രിസ്തുവിനോടും ദൈവവചനത്തോടും വളരെ വിശ്വസ്തരാണ്. ദൈവവചനത്തോട് വിശ്വസ്തത പാലിക്കുവാൻ എത്ര വലിയ വില കൊടുത്തും ത്യാഗം സഹിച്ചും അവർ സത്യത്തെ മുറുകെ പിടിക്കുകയും അവരുടെ കേൾവിക്കാരെ വഞ്ചിക്കാതെ ഉള്ള സത്യങ്ങൾ തുറന്നു പറയുന്നവർ തന്നെയാണ്. പക്ഷേ ബ്രദർ ചോദിച്ചല്ലോ, എല്ലാ ക്രിസ്തീയ ശുശ്രൂഷകരും ഇന്ന് ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നവരാണോ? എല്ലാവരും ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയുന്നില്ല. കാരണം ഇന്ന് ചില സഭാ ശുശ്രൂഷകർ ഒരു സഭയിലെ ശുശ്രൂഷക സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് ആ സഭ എന്തു വിശ്വസിക്കുന്നുവോ അത് സ്വയം വിശ്വസിക്കുവാനും ആ സഭ വിശ്വസിക്കുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് ദൈവത്തിൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നതായാലും ദൈവത്തിൻ്റെ വചനമായ ബൈബിളിന് പുറത്തുള്ളതായാലും അല്ലെങ്കിൽ വചനത്തെ അതിർലംഘിക്കുന്നതായാലും ആ സഭാ സംഘടനയെ 100% അനുസരിക്കാം എന്ന് ഒരു ഉടമ്പടി ചെയ്തിട്ടാണ് അവർ ആ സഭയുടെ ശുശ്രൂഷകരായി മാറുന്നത്. അങ്ങനെ സഭാ സംഘടനയെ സേവിക്കാൻ ശുശ്രൂഷകരായി തീർന്നവരിൽ നിന്ന് നമുക്കൊരിക്കലും ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ കേൾക്കാൻ സാധിക്കുകയില്ല. കാരണം ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ മറ്റുള്ളവരെ പഠിപ്പിക്കുക എന്ന ഉദ്ദേശത്തിന് വേണ്ടിയല്ല അവർ ശുശ്രൂഷകരായിരിക്കുന്നത്. ഒരു പ്രത്യേക സഭയെ സേവിക്കാൻ വേണ്ടിയാണ് അവർ അതിലെ ശുശ്രൂഷകർ ആയിരിക്കുന്നത്. ഇനി ചില ക്രിസ്തീയ ശുശ്രൂഷകർക്ക് അവർ പഠിപ്പിക്കുന്ന, അവർ പ്രസംഗിക്കുന്ന പല കാര്യങ്ങളും ദൈവവചനത്തിന് വിരുദ്ധമാണ് എന്നറിയാം. ഇത് മനുഷ്യരെ വലയ്ക്കുന്ന, ദൈവവചനത്തിൽ നിന്ന് അകറ്റുന്ന ഭക്തിമാർഗം തന്നെയാണ് ഞാനിപ്പോൾ പ്രസംഗിക്കുന്നത് എന്ന് പല ക്രിസ്തീയ ശുശ്രൂഷകർക്കും അറിയാം. പക്ഷേ അവർക്ക് ദൈവവചന സത്യങ്ങൾ ഉള്ളതുപോലെ തുറന്നു പറയാൻ സാധിക്കുകയില്ല. കാരണം അവർ ബൈബിളിലെ സത്യങ്ങൾ ഉള്ളതുപോലെ പ്രസംഗിച്ചാൽ അവരെ ശുശ്രൂഷകർ എന്ന് അംഗീകരിച്ചിരിക്കുന്ന ആ സഭ അവരെ പുറത്താക്കും. മാത്രമല്ല, ഇത്രയും കാലം ഈ ആചാരം ശരിയാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയും എന്നാൽ പിന്നീട് സഭാ ശുശ്രൂഷകൻ ഈ ആചാരങ്ങൾ വചനവിരുദ്ധമാണെന്ന് പറയുകയും ചെയ്താൽ അത് ജനങ്ങൾക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടാണ്. ചില പ്രത്യേക ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ വചനവിരുദ്ധമാണ് എങ്കിലും അത് ജനങ്ങളുടെ ഹൃദയത്തിൽ ആഴമായി കിടക്കുന്നതാണ്. അത്തരത്തിലുള്ള ആചാരങ്ങൾ വചനവിരുദ്ധമാണ് എന്ന് പ്രസംഗിച്ചാൽ ആ ശുശ്രൂഷകനെ ജനങ്ങൾ തന്നെ പുറന്തള്ളാനുള്ള സകല സാധ്യതകളും ഉണ്ട്. പിന്നെ ആ ശുശ്രൂഷകൻ എങ്ങനെ ജീവിക്കും? അതുകൊണ്ട് ഒരു സഭാ സംഘടനയെ സേവിക്കുവാൻ, അതിന് കീഴ്പ്പെട്ട് അതിലെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ സ്വയം വിശ്വസിച്ച് മറ്റുള്ളവരെയും അത് വിശ്വസിപ്പിക്കാനായി തീരുമാനിക്കുന്ന ഒരു ക്രിസ്തീയ സഭാ ശുശ്രൂഷകന് ദൈവത്തിൻ്റെ വചന സത്യങ്ങൾ ഉള്ളതുപോലെ പറയാൻ ഏറെക്കുറെ അത് അസാധ്യമായ കാര്യം തന്നെയാണ്. പിന്നെ ഈ ലോകം തനിക്ക് തന്നിരിക്കുന്ന സകല പദവികളും നഷ്ടപ്പെട്ടാലും ഞാൻ ദൈവവചനത്തിൽ മായം ചേർത്ത് ആരെയും കബളിപ്പിക്കുകയില്ല, അങ്ങനെ ഒരു തീരുമാനം എടുത്ത ഒരു ശുശ്രൂഷകന് മാത്രമേ ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കാൻ കഴിയൂ. എന്നാൽ അങ്ങനെ ദൈവവചനത്തോട് വിശ്വസ്തരായവർ
വളരെ കുറച്ചു പേരേയുള്ളൂ. 1-ാം നൂറ്റാണ്ടിൽ തന്നെ പലരും ദൈവത്തിൻ്റെ വചനം വിശ്വസ്തയോടെ പ്രസ്താവിക്കുന്നവരായിരുന്നില്ല. പിന്നെയോ പലരും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായിരുന്നു. അതുകൊണ്ട് അപ്പസ്തോലനായ പൗലോസ് പറയുകയാണ്, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനാണ് എങ്കിൽ എനിക്ക് ക്രിസ്തുവിൻ്റെ ദാസനാകാൻ കഴിയുകയില്ല. ഇന്ന് പല ശുശ്രൂഷകർക്കും ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ദാസനാകുവാൻ ആഗ്രഹമേ ഇല്ല. മനുഷ്യരെ പ്രസാദിപ്പിക്കണം, അവരുടെ കീഴിലുള്ള ജനങ്ങളെ പ്രസാദിപ്പിക്കണം, അവരുടെ നേതാക്കളെ പ്രസാദിപ്പിക്കണം, അതൊക്കെയാണ് അവരുടെ ആഗ്രഹം. അങ്ങനെയുള്ളവരിൽ നിന്ന് വിശുദ്ധ ബൈബിളിലെ യഥാർത്ഥ സത്യങ്ങൾ കേൾക്കാൻ നാം പ്രതീക്ഷ വച്ചാൽ നമ്മളായിരിക്കും ഭോഷന്മാർ. അപ്പസ്തോലനായ പൗലോസ് ഇപ്രകാരം പറയുന്നു. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 17-ാം വാക്യം, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെ പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് അനേകർക്കും പറയാൻ സാധിക്കുകയില്ല. പൗലോസ് ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശുശ്രൂഷകനായിരുന്നു. എന്നാൽ പൗലോസ് പറഞ്ഞതുപോലെ ഇന്ന് എല്ലാ ശുശ്രൂഷകന്മാർക്കും പറയാൻ സാധിക്കുകയില്ല. പൗലോസ് പറയുന്നു, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെപ്പോലെയല്ല ഞങ്ങൾ. ഇന്നും ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരുടെ പ്രസംഗങ്ങൾ നമ്മൾ കേട്ടാൽ ദൈവവചനമായ ബൈബിളിൽ കാണാത്ത മറ്റൊരു ഭക്തിമാർഗം, പാരമ്പര്യങ്ങൾ, ഇതിൻ്റെ അടിമകളായി നാം മാറും. ഇന്ന് ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന പലരുടെയും പ്രസംഗങ്ങൾ കേട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നുവോ അത് വിശ്വസിക്കാൻ കഴിയാതെ വചനത്തിന് വിരുദ്ധമായ ഒരു ഭക്തിമാർഗവുമായി നടക്കുന്ന അനേകരുണ്ട്. എന്നാൽ അപ്പസ്തോലനായ പൗലോസ് തൻ്റെ കേൾവിക്കാരെ ഒരു രീതിയിലും വഞ്ചിച്ചില്ല. അദ്ദേഹം പറയുന്നു, ദൈവവചനത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്യുന്ന അനേകരുണ്ട്, അവരെപ്പോലെയല്ല ഞങ്ങൾ, മറിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. ഇന്ന് പലരും സംസാരിക്കുന്നത് ജനിച്ചു വളർന്ന സഭയ്ക്ക് വേണ്ടി, ജനിച്ചു വളർന്ന സഭയിലെ നേതാക്കളെ പ്രസാദിപ്പിക്കാൻ വേണ്ടി സംസാരിക്കുന്നു. പക്ഷേ പൗലോസ് എന്താണ് പറയുന്നത്? ദൈവസന്നിധിയിൽ വിശ്വസ്തരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമെന്ന നിലയിൽ ക്രിസ്തുവിൽ ഞങ്ങൾ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ചാൽ എല്ലാ നേതാക്കളെയും നമുക്ക് പ്രസാദിപ്പിക്കാൻ സാധിക്കുകയില്ല. വലിയ ജനസമൂഹത്തെ തൃപ്തിപ്പെടുത്താൻ നമുക്ക് പറ്റില്ല. ഇതേ കാര്യം തന്നെ പൗലോസ് ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത്, അതോ ദൈവത്തിൻ്റേതാണോ? അഥവാ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ ഞാൻ യത്നിക്കുകയാണോ? ഞാനിപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഞാൻ ഇപ്പോഴും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവനായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനാവുകയില്ലായിരുന്നു. ഈ നൂറ്റാണ്ടിലും മനുഷ്യരെ പ്രസാദിപ്പിക്കുന്ന ധാരാളം ദാസന്മാരെ നമുക്ക് കാണാൻ കഴിയും. അവർ ദൈവവചനത്തോട് വിശ്വസ്തരല്ല. അതിനാൽ അവർ ക്രിസ്തുവിൻ്റെ ദാസന്മാരല്ല, മറിച്ച് ഒരു പ്രത്യേക സഭയുടെ ദാസന്മാർ മാത്രമാണ്.